മരണത്തോടടുക്കുമ്പോൾ ടാഗോറിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് കണ്ട് ശിഷ്യരിൽ ഒരാൾ ചോദിച്ചത്രേ, അങ്ങ് എന്തിനാണ് കരയുന്നത്? ഇത്രമാത്രം സഫലമായ ജീവിതം വേറെ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഇനിയും എത്രയോ നൂറ്റാണ്ടുകളിലേക്ക് ഓർക്കാനുള്ള എത്രയോ ആശയങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ടാണ് അങ്ങ് ഈ ഭൂമി വിട്ടു പോകുന്നത്. നൊബേൽ സമ്മാനം വരെ തൻ്റെ രാജ്യത്തിന് നേടിക്കൊടുത്തിട്ടാണ് അങ്ങ് മടങ്ങിപ്പോകുന്നത്. പിന്നെ എന്തിനാണ് അങ്ങ് കരയുന്നത്? ടാഗോർ താൻ എഴുതി വച്ച വരികളിലേക്ക് വിരൽ ചൂണ്ടിയത്രേ. അതിങ്ങനെയായിരുന്നു: പാടണമെന്നോർത്ത ഗാനം ഇന്നോളവും ഞാൻ പാടിയില്ലല്ലോ. വാദ്യോപകരണത്തിൻ്റെ തന്ത്രികൾ മുറുക്കിയും അഴിച്ചും ഞാൻ എൻ്റെ ദിവസങ്ങൾ പാഴാക്കിയല്ലോ. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ആരോഗ്യമുള്ള കാലത്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തോണം എന്നാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മായാജാലം തനിക്കും നാളെ പ്രായമാവുമെന്നും ഒന്നും ചെയ്യാനാവാതെ ഒന്നും ചെയ്യാനില്ലാതെ പഴയ കാലങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം മുന്നിൽ വന്നു ചേരാനുണ്ടെന്നും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു എന്നതാണ്. കാലം എല്ലാം തിരിച്ചു ചോദിക്കുമെന്നും നമ്മുടെ സൗന്ദര്യവും സമ്പത്തും ആയവും വ്യയവുമെല്ലാം തിരിച്ചു കൊടുക്കേണ്ട കാലം ഒരുപാട് ദൂരെയൊന്നും അല്ല എന്നും നമ്മൾ മറന്നു പോകുന്നു. 70-80 വർഷമെന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്. 80 വയസ്സ് വരെ ജീവിച്ചു തീർക്കുന്ന ഒരാൾ 26 വർഷത്തോളം ഉറങ്ങി തീർക്കുകയാണെന്നും 3.5 വർഷത്തോളം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിലവഴിക്കുകയാണെന്നും ഇൻ്റർനെറ്റും ടി വിയുമൊക്കെയായി 13 വർഷത്തോളം പാഴാക്കി കളയുകയാണെന്നും ജീവിതത്തിൽ ജോലി ചെയ്യുന്ന കാലം വെറും 10.5 വർഷക്കാലം മാത്രമേ ഉള്ളൂ എന്നൊക്കെ. ജീവിതം ഒരു ഞാണിന്മേൽ കളി പോലെയാണ്. എങ്ങനെയാണ് താഴെ വീഴാതെ സമനില കൈവരിക്കേണ്ടത് എന്നറിയുന്നതിനെയാണ് ജീവിതത്തിൻ്റെ കല എന്ന് പറയുന്നത്. ഒരു നദി കടലിലേക്ക് ഒഴുകുന്നത് പോലെ ഒരിക്കൽ ഒഴുകിത്തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിന് കടലിൽ എത്തിച്ചേർന്നേ പറ്റൂ. പോകുന്ന പോക്കിൽ എവിടെയെങ്കിലും വെറുതെ കെട്ടിക്കിടന്ന മലിനജലമായി മാറണോ, അതോ കുന്നുകളെയും പാറക്കെട്ടുകളെയും ഒക്കെ മറികടന്ന് നിലയ്ക്കാതെ ഒഴുകി കടലിലെത്തി തിരമാലകളായി അടിച്ചുയരണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്താണ്. അവസാന കാലഘട്ടത്തിൽ ശരീരം തളരും, ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ എക്സ്പയറി ഡേറ്റ് ആവും. അവിടെ മനസ്സിന് മാത്രമേ അല്പമെങ്കിലും ഫ്രഷാക്കി നിർത്താൻ നമുക്ക് പറ്റൂ. അതായത് താൻ ജീവിച്ച് തീർത്ത ജീവിതം സംതൃപ്തമായിരുന്നു എന്ന ബോധത്തോടെ മനസ്സുകൊണ്ട് നമുക്ക് അലയടിച്ചുയരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കണം. അതിനുള്ള വഴികൾ അറിയേണ്ടത് ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്താണ്. ഇവിടെയാണ്, ഇപ്പോഴാണ്. നന്ദി, നമസ്കാരം.